നമസ്കാരം, എല്ലാവർക്കും മെഴ്സിലെസ് ഐസ്ക്രീം മാജിക്കിന്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. എന്താണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്? പീനക്കൊളാട പുഡിംഗ് ഉണ്ടാക്കിയാലോ? പീനക്കൊളാടയുടെ ഡ്രിങ്ക് ഒക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ഫ്ലേവർ എന്താണ്? പൈനാപ്പിളും കോക്കനട്ടും. പീനക്കൊളാട നമുക്കത് റിപ്ലിക്കേറ്റ് ചെയ്തിട്ട് നമ്മുടെ മെഴ്സിലെസിന്റെ കോക്കനട്ട് ഐസ്ക്രീമും പൈനാപ്പിൾ ഐസ്ക്രീമും മിക്സ് ചെയ്തിട്ട് ഒരു പുഡിംഗ് ഉണ്ടാക്കാം. ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാ നോക്കിയാലോ? നമുക്ക് കണ്ടൻസ് മിൽക്ക് ഒരു മധുരത്തിന് വേണ്ടി ഈ പുഡിംഗ് സെറ്റ് ചെയ്തെടുക്കണ്ടേ, അതിനായിട്ട് നമുക്ക് അഗർ പിന്നെ കുറച്ച് മിൽക്ക്, ഒരു 200 ml മിൽക്ക്. അഗർ നമുക്കൊരു 10 gram അത്രയും മതി. പിന്നെ കോർ ഇൻഗ്രീഡിയന്റ് മെഴ്സിലെസിന്റെ കോക്കനട്ട് ഐസ്ക്രീം ആൻഡ് പൈനാപ്പിൾ ഐസ്ക്രീം. ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നമുക്ക് പുഡിംഗ് ഉണ്ടാക്കി വെക്കാം. പൈനാപ്പിൾ നിങ്ങൾ ഇതുപോലെ തന്നെ സോഴ്സ് ചെയ്യുന്നതാണോ? അതെ, എല്ലാ ഫ്രൂട്ട്സിനും മെഴ്സിലെസിന് സ്റ്റോറി പറയാനുള്ള പോലെ ഇതിനുമുണ്ട് ഒരു സ്റ്റോറി പറയാനായിട്ട്. എന്റെ കോക്കനട്ട് എവിടെന്നാ വരുന്നതെന്ന് അറിയാമോ? പാലക്കാട് നിന്നാ വരുന്നത്. പൈനാപ്പിൾ ക്യാപിറ്റൽ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന വാഴക്കുളത്ത് നിന്നാണ് നമ്മൾ പൈനാപ്പിൾ സോഴ്സ് ചെയ്യുന്നത്. നമ്മുടെ വാഴക്കുളം. അതെ, ജിയോടാഗുള്ള പൈനാപ്പിൾസ് വാഴക്കുളത്ത് നിന്ന് 3000 ഏക്കർ സ്പേസിൽ നിന്നാണ് നമ്മൾ ഈ പൈനാപ്പിൾ കളക്ട് ചെയ്തെടുക്കുന്നത്. ഇനിയിപ്പോ നമ്മൾ ആക്ച്വലി കുക്കിംഗ് പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുവാണ്. ചെറിയൊരു കുക്കിംഗ് പ്രോസസ് ഉണ്ട്. അതായത് മിൽക്ക് ഒന്ന് ചൂടാക്കാം. ആ ചൂട് മിൽക്കിലോട്ട് കണ്ടൻസ് മിൽക്കും അഗറും ചേർത്തിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാൻ ഇങ്ങനെ ഷെഫുമായിട്ട് സംസാരിച്ചപ്പോൾ അറിയുന്നത്, നമ്മൾ ഐസ്ക്രീം നേരെ നമ്മൾ ഫ്രീസറിലാണോ സൂക്ഷിക്കുക, നേരെ എടുത്തിട്ട് കഴിക്കരുത്. എടുത്തിട്ടൊരു 6 to 8 minutes ഒന്ന് പുറത്ത് വെച്ചാലേ നമുക്ക് എന്താ പറയാ, നമുക്ക് നന്നായിട്ട് അത് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ആ ടേസ്റ്റ് കിട്ടത്തുള്ളൂ. എന്തൊക്കെയാ മിക്സ് ചെയ്താ? നമ്മള് പാലൊഴിച്ചു, കണ്ടൻസ് മിൽക്ക് ഒഴിച്ചു, പിന്നെ അഗർ. ഞാൻ വിചാരിച്ചിരുന്ന ഈ അഗർ എന്ന് പറഞ്ഞ സാധനം സെപ്പറേറ്റ് ഇങ്ങനെ ചൂടുവെള്ളത്തിലൊക്കെ ഇട്ട് ജെലാറ്റിൻ ആണ് അങ്ങനെ വെള്ളത്തിലിട്ട് ബ്ലൂം ചെയ്ത് ഒക്കെ നന്നായിട്ട് ബോയിലായിട്ട് അഗറൊക്കെ എന്നിട്ട് നന്നായിട്ട് ഡിസോൾവ് ആയിട്ടുണ്ട്. നമുക്കൊരു ബോളിനകത്തോട്ട് ഇതിലേക്ക് നമ്മുടെ കോർ ഇൻഗ്രീഡിയന്റ് പൈനാപ്പിൾ ചൂടോടെ തന്നെ പൈനാപ്പിൾ ടബ് തുറന്നപ്പോ കണ്ടോ, പൈനാപ്പിളിന്റെ പൾപ്പാണ് അതിനകത്ത്. ത്രൂ ഔട്ട് ആ ടബിൽ ഫുൾ ഉണ്ടാവും. അത് ഓരോ സ്കൂപ്പിലും നമുക്ക് കിട്ടും. സ്കൂപ്പ് എടുത്തു. കളറ് ഒരു രക്ഷയില്ല കേട്ടോ. നമ്മൾ ശരിക്കും നമ്മുടെ പൈനാപ്പിൾ കാണുന്ന പോലെ തന്നെ. ഈ കളറ് വരുന്നത് എവിടെ നിന്നാന്ന് വെച്ചാ മഞ്ഞളിന്നാ, ടർമറിക്കിനാണ് വരുന്നത്. ടർമറിക്കിന് എക്സ്ട്രാക്ട് ചെയ്തെടുത്ത കളറാണ് നമ്മൾ മഞ്ഞ കളറായിട്ട് യൂസ് ചെയ്യുന്നത്. ഐസ്ക്രീം ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഏതെങ്കിലും ഒരു പാത്രത്തിൽ വെച്ചിട്ട് ഫ്രിഡ്ജിൽ വെക്കാം. ഫ്രീസറിൽ വെക്കരുത്, ഫ്രിഡ്ജിൽ തന്നെ വെക്കാം. ഇനിയിപ്പോ സെറ്റ് ചെയ്യാൻ വേണ്ടിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യണ്ട. ഞാൻ ഈ പ്രോസസ്സ് കാണിച്ചതാ നിങ്ങൾക്ക്. ഇങ്ങനെ വീട്ടിൽ പോലും ഉണ്ടാക്കണ്ടേ, അതിന് വേണ്ടി ഞാൻ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ച് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് അടുത്തിട്ട് വരാം. ഇതാണ് ഞാൻ പറഞ്ഞ സാധനം. ഇങ്ങനെ വരും. അടിപൊളിയല്ലേ? വീട്ടിലൊരു പ്രാവശ്യം ഒരു പുഡിംഗ് ഉണ്ടാക്കിയിട്ടുണ്ട്, വെരി വെജായിട്ട്. ഇറ്റ് വാസ് ഗുഡ്. ലൈക്ക് അധികം ഒരു സാധനങ്ങളൊന്നും ഉണ്ടായില്ല, ജസ്റ്റ് മിൽക്ക് അങ്ങനെ കുറെ സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കിയത്. മെഴ്സിലെസിന്റെ ഐസ്ക്രീംസും എല്ലാം വെജിറ്റേറിയൻ ആണ്. യെസ്. ഓ യാ. എഗ്ഗും ഇല്ല, ഒന്നുമില്ല, പാലും ബട്ടർ അങ്ങനത്തെ സാധനങ്ങൾ മാത്രമേ ചേർത്തുണ്ടാക്കുന്നതാണ്. അപ്പൊ നമുക്ക് ഐസ്ക്രീം സ്കൂപ്പ് വെച്ച് സെർവ് ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് ടേസ്റ്റിംഗ് ടൈം ആണ്. ഓക്കെ, നമ്മളുടെ ഡെസേർട്ട് ഇവിടെ റെഡിയാണ്. നമുക്ക് ട്രൈ ചെയ്യൽ. ഒന്നും പറയാൻ പറ്റില്ല. ദാറ്റ് പൈനാപ്പിൾ എസൻസ്, ദാറ്റ് എവറിത്തിങ്. വാവ്, ജസ്റ്റ് വാവ്. വേറെ ഒന്നും എനിക്ക് പറയാനില്ല. നിങ്ങൾ എല്ലാവരും കഴിക്കൂ. യെസ്. അപ്പൊ എന്നിട്ട് എനിക്ക് തരൂ. അഞ്ജുവിന് കാര്യം അറിയാം, ആക്ച്വലി പൈനാപ്പിൾ നമ്മുടെ ഡൈജഷനെ വളരെ അധികം ഹെൽപ്പ് ചെയ്യുന്ന ഒരു സാധനമാണ്. ആൻഡ് നമ്മുടെ റെസ്പിറേറ്ററി ഓർഗൻസിനും നല്ലതാണ്, ലങ്സിനൊക്കെ നല്ലതാണ് ഇത് കഴിക്കുന്നത്. യെസ്. ഓക്കെ, അപ്പൊ നമ്മുടെ പീനക്കൊളാട പുഡിംഗ് ഒരു രക്ഷയില്ല, അടിപൊളിയാണ്. നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. സോ ഞങ്ങൾ ഇതൊന്ന് എൻജോയ് ചെയ്യട്ടെ. അപ്പൊ ഞാൻ പോവാ. ബൈ. സോ ബൈ ഫ്രം മെഴ്സിലെസ് ഐസ്ക്രീം മാജിക്. ബൈ ബൈ.